ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താലി കെട്ട് കഴിഞ്ഞ് നമ്മുടെ ധർമ്മൻ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് പെണ്ണിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആദ്യം തന്നെ അമ്മയുടെ കാല് പോലും തൊട്ട് തൊഴാതെ ബാലനെ അന്വേഷിച്ച് വെളിയിലോട്ട് വരുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഗോമതി ബാലനോട് പറയുന്നുണ്ട്, ബാലേട്ട നമ്മളിവിടെ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന്. അത് വേണ്ട ഗോമതി, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ധർമ്മൻ എൻ്റെ അനുഗ്രഹം വാങ്ങാൻ വരുമെന്ന്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അവനെ അനുഗ്രഹിക്കണം എന്ന്. അത് നടക്കില്ലെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ധർമ്മൻ പെണ്ണിനെയും കൂട്ടി അളിയാന്ന് വിളിച്ചിട്ട് ഓടി വരുന്നത്. അത് കാണുമ്പോൾ തന്നെ അവരുടെ സന്തോഷം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അവരുടെ കാലൊക്കെ തൊട്ട് തൊഴുത് അവർ രണ്ടുപേരും അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ധർമ്മൻ അങ്ങ് സങ്കടം വരുവാണ്. ബാലേട്ടനെ എന്തായാലും അളിയനെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ഒരു വിവാഹം സ്വപ്നത്തിന് പോലും കണ്ടിട്ടില്ലാത്ത ഒരു ധർമ്മന് ഇപ്പോൾ അത് സാധിക്കേണ്ടി വന്നു. അതിൻ്റെ സങ്കടമാണ്. അപ്പോൾ തന്നെ ബാലൻ വിലക്കണുണ്ട്, എടാ ധർമ്മ, നിൻ്റെ കല്യാണമാണെന്ന് നീ ഇങ്ങനെ കരയരുത്, സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെ എനിക്ക് എന്തായാലും നീ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നല്ലോ, ഇതിൽ പരം വേറെ എന്താ എനിക്ക് വേണ്ട? എല്ലാവരുടെ മുന്നിൽ നീ എന്നെ വീണ്ടും ജയിപ്പിച്ചു, എനിക്കത് മതി. ശരി, ഇനി അവിടെ നിൻ്റെ ആവശ്യങ്ങളുണ്ട്, നീ മണ്ഡപത്തിലേക്ക് ചെല്ലെന്ന് പറഞ്ഞ് അവർ പറഞ്ഞയക്കുക. എന്നിട്ട് ഗോമതിയോട് പറയുന്നുണ്ട്, കണ്ടോ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ദൈവം എന്നോട് ഉണ്ടടി, അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതും എൻ്റെ സങ്കടം മനസ്സിലാക്കിയതും. കണ്ടില്ലേ ധർമ്മനോട് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഗോമതി പറയാണ്, അതെ ധർമ്മൻ നന്മയുള്ളവനാ ബാലേട്ടാ, അവന് ഭയങ്കര സ്നേഹമുള്ളവനുമാണ്, നമ്മളെയൊന്നും ഉപേക്ഷിക്കാൻ അവന് സാധിക്കില്ല. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകല കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഉദയഭാനുവിനെയും വലിച്ചെടുത്തും കൊണ്ട് കഴിക്കാനായിട്ട് പോവുക. കൈ വയ്യാത്ത ഉദയഭാനുവിന് ഇങ്ങനെ ഇട്ട് വലിക്കല്ലേടി എന്ന് പറയാം കേട്ടോ. അയ്യോ എൻ്റെ പൊന്നു മനുഷ്യ, സമയമാവുന്നത് നോക്കി നിന്നാൽ പറ്റത്തില്ല, ആദ്യം തന്നെ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ദേവി നമ്മുടെ തലയിലാവുകയെ. അതെന്താ അങ്ങനെ? ആനന്ദ് എന്നാ പറഞ്ഞത്, ഇത് കഴിഞ്ഞുണ്ടെങ്കിൽ ദേവീനെ വീട്ടിലേക്ക് കൊണ്ടുപോക്കണമെന്നല്ലേ? എന്തായാലും ആനന്ദ് അറിയണതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം, നിങ്ങളിങ്ങോട്ട് വന്നേ. അങ്ങനെ ആ സ്റ്റെയർക്കേഴ്സ് ഇറങ്ങി വരുന്ന വഴിക്ക് ശ്രീകലയുടെ കാല് മടങ്ങി പോവാണ്. അപ്പോൾ അതോടുകൂടി ശ്രീകലയ്ക്ക് അനങ്ങാൻ പറ്റാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴും ഇതും കണ്ടുകൊണ്ട് ദേവി അങ്ങോട്ട് വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്ത് പണിയാണ് നിങ്ങൾ ഈ കാണിച്ചത്, നോക്കിയൊക്കെ നടന്നുകൂടെ, കാലിന് എന്ത് പറ്റി അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആനന്ദ് വരണുണ്ട്. ആനന്ദ് പറയാം, കൊള്ളാം നന്നായി, ദേവിയെ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞേക്കും, എൻ്റെ അച്ഛനോടും അമ്മയോട് എന്ത് കള്ളത്തരം പറയും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ തന്നെ എനിക്ക് അതിനൊരു അവസരം കാണിച്ചു തന്നു. ഇപ്പോൾ അച്ഛൻ്റെ കൈയും വയ്യ, അമ്മയുടെ കാലും മുളുക്കി, അപ്പോൾ പിന്നെ രണ്ടുപേരും നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. ഒരു കാര്യം ചെയ്യും മോള്, നല്ലപോലെ അമ്മയെ അച്ഛനെ നോക്കിക്കോ, നേരെ വീട്ടിലേക്ക് ചെന്നു. ഇവിടെ ഉള്ളവരോട് ഞാൻ പറഞ്ഞോളാം ഇനിയുള്ള കാര്യങ്ങൾ. വണ്ടിക്കകത്ത് ബാഗും എല്ലാം പാക്ക് ചെയ്തതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും നീ ബുദ്ധിമുട്ടുണ്ട്, നേരെ കാറിലേക്ക് കയറിക്കോ, വിട്ടോ, നേരെ ദേവമംഗലത്തേക്ക് വരാനുള്ള ഒന്നും ചിന്ത പോലും മനസ്സിലുണ്ടായിരിക്കരുത്, പൊക്കോണം എല്ലാണോ എന്നും പറഞ്ഞ് വിരട്ടി വിടുവാട്ടോ. അതോട് ദേവി ആകെ സങ്കടത്തിലായി. പൂർണ്ണമായിട്ടും ആനന്ദ് മനസ്സിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ചതുപോലെ ആയി പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ധർമ്മൻ്റെ വിവാഹം എല്ലാം കഴിഞ്ഞു. അവരവിടെ നിന്ന് നേരെ ഇറങ്ങാണ്. അച്യുതനും ആനന്ദനും മുന്നിൽ നിർത്തി നടത്തി കല്യാണം ആയതുകൊണ്ട് തന്നെ അവരവരുടെ വീട്ടിലേക്കല്ലേ ഇവരെ കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ ധർമ്മനും പെണ്ണും ഒക്കെ അവരുടെ കൂടെ പോവുക. അപ്പോൾ ബാലനും ഗോമതിയും കൂടെ ആ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് പരസ്പരം ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ നമുക്കിനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. ധർമ്മനെയും പെണ്ണിനെയും നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും കൊണ്ടുപോകാൻ കഴിയില്ല, കൃഷ്ണമംഗലത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നത്, നമുക്ക് പോവാം. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദേവമംഗലത്തേക്ക് കൃഷ്ണമംഗലത്തേക്ക് പോയ നമ്മുടെ ധർമ്മനെയും പെണ്ണിനെയും ഒക്കെ അമ്മയും അച്യുതനും ആനന്ദനും അവിടെ നന്ദിതയും രാജശ്രീയും എല്ലാവരും കൂടെ ചേർന്ന് അരത്തം ഒഴിഞ്ഞ് പിന്നെ അനുഗ്രഹിച്ച് ഒക്കെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയുള്ള പുറപ്പാടില്ലാട്ടോ. ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടും അപ്പുറത്ത് ബാലനും ഗോമതിയും കൂടെ ഒളിഞ്ഞും എത്തിയും വലിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ധർമ്മൻ്റെയും കണ്ണെല്ലാം അപ്പുറത്താണ്. ഓരോ തവണ ഇവിടെ ഓരോ ചടങ്ങ് നടക്കുമ്പോഴും ധർമ്മൻ എത്തിയും വലിഞ്ഞും നോക്കുന്നുണ്ട്. ബാലൻ അവിടെ നിന്ന് കൈയെടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട്, എൻ്റെ അനുഗ്രഹം കൂടെയുണ്ടെന്ന്. ആ ഒരു സമാധാനത്തിൽ കൃഷ്ണമംഗലത്തിൻ്റെ പടി ചവിട്ടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ ധർമ്മനും ധർമ്മൻ്റെ ഭാര്യയും. പക്ഷേ ധർമ്മനൊരു അല്പം പോലും സന്തോഷമില്ല കേട്ടോ. ഭയങ്കര സങ്കടത്തിൽ കണ്ണ് നിറഞ്ഞാണ് ആ പടി ചവിട്ടി കയറുന്നത്. നല്ല പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.